മജ്ജിമ നികായ 141 സച്ചവിഭംഗ സൂത്ത്. ഈ സൂത്രത്തിൽ 4 ആര്യസത്യങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ വാരണാസിയിൽ ഇസപട്ടണത്തിൽ മാനുകളുടെ പാർക്കിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, പറഞ്ഞാലും ബന്ദേ എന്ന് പറഞ്ഞ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, വാരണാസിയിൽ ഇഷപത്തനത്തിൽ മാനുകളുടെ ഉദ്യാനത്തിൽ തഥാഗത് അർഹന്ത് സമ്മാ സബ്ബുദ്ധ് അനുത്തര ധമ്മ ചക്ര പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിച്ചു. ഇതിനെ ഒരിക്കലും ഒരു ശ്രമണനും ബ്രാഹ്മണനും ദേവനും മാരനും ബ്രഹ്മനും അതേപോലെ തന്നെ ലോകത്തുള്ള മറ്റൊരു വ്യക്തിക്കും ഇതിനെ നിർത്താൻ സാധിക്കില്ല. 4 ആര്യസത്യങ്ങളെ പറ്റിയുള്ള പ്രസ്താവന, അതിൻ്റെ വിശദീകരണം, അതിൻ്റെ വിഭജനം, അതിൻ്റെ വിശ്ലേഷണം, അതിനെ പ്രകടമാക്കൽ, അതാണ് ഈ ധർമ്മപ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം. ഈ 4 എന്താണ്? ദുഃഖ ആര്യസത്യം, ദുഃഖസമുദയം അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ തുടക്കത്തിൻ്റെ ആര്യസത്യം, ദുഃഖത്തിൻ്റെ നിരോധത്തിൻ്റെ ആര്യസത്യം, ദുഃഖത്തിൻ്റെ നിരോധനത്തിൻ്റെ പടിപത അല്ലെങ്കിൽ മാർഗത്തിൻ്റെ ആര്യസത്യം. ഋഷികളെ, നിങ്ങൾ സാരിപുത്തനും മഹാമൊഗല്ലാനുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടണം. നിങ്ങൾ സാരിപുത്തനും മഹാമൊഗല്ലാനും ഒപ്പം നിങ്ങൾ വസിക്കണം. ഭിക്ഷുക്കളെ, അവർ മഹാപണ്ഡിതന്മാരാണ്. സബ്രഹ്മചാരികളെ അവർ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. സാരിപുത്തൻ ജന്മം കൊടുക്കുന്ന വ്യക്തിയെ പോലെയാണ്. എന്നാൽ ജന്മം കൊടുത്ത ആ കുഞ്ഞിനെ വളർത്തുന്ന കാര്യം മൊഗല്ലാനാണ് ചെയ്യുന്നത്. ഭിക്ഷു, സാരിപുത്തൻ ആൾക്കാർക്ക് ശ്രോതാപന്ന അവസ്ഥ വരെ കൊണ്ട് എത്തിക്കുന്നു. മൊഗല്ലാനൻ അതിന് മുകളിലുള്ള അവസ്ഥ വരെ കൊണ്ട് എത്തിക്കുന്നു. സാരിപുത്തനും മൊഗല്ലാനും ഭഗവാന്റെ വലങ്കയും ഇടങ്കയും ആണ്. ഈ 2 പ്രമുഖ ശിഷ്യരാണ് ഭഗവാനെ കഴിഞ്ഞു കഴിഞ്ഞാൽ സംഘത്തിലെ ഏറ്റവും മുതിർന്ന ഭിക്ഷുക്കൾ. സാരിപുത്തൻ ഒരു വ്യക്തിയെ ശ്രോതാപന്നൻ, അതായത് മുക്തിയുടെ ആദ്യത്തെ അവസ്ഥ വരെ കൊണ്ട് എത്തിക്കുന്നു. മൊഗല്ലാനൻ ബാക്കിയുള്ള 3 അവസ്ഥകൾ, അതായത് സഗ്ദാഗാമി, അനാഗാമി, അർഹന്തൻ തുടങ്ങിയ അവസ്ഥകളിൽ ആൾക്കാരെ എത്തിക്കുന്നു. ഭിക്ഷുക്കളെ, സാരിപുത്തൻ ഈ 4 ആര്യസത്യങ്ങളെ നല്ലപോലെ വിശ്ലേഷണം ചെയ്ത് വിസ്താരത്തോടുകൂടി അർത്ഥം മനസ്സിലാക്കി വിഭജനം ചെയ്ത് മനസ്സിലാക്കി തരാൻ യോഗ്യനാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം തൻ്റെ വിഹാര സ്ഥലത്തിലേക്ക് പോയി. ഭഗവാൻ പോയി കഴിഞ്ഞ ഉടനെ ആയുഷ്മാൻ സാരിപുത്തൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു: ഭിക്ഷുമിത്രങ്ങളെ, മിത്രമേ എന്ന് ആ ഭിക്ഷുക്കൾ ആയുഷ്മാൻ സാരിപുത്തന് പ്രത്യുത്തരം കൊടുത്തു. സാരിപുത്തൻ ഇപ്രകാരം പറഞ്ഞു: മിത്രങ്ങളെ, തഥാഗതൻ അർഹന്തൻ സമ്മാ സബ്ബുദ്ധൻ വാരണാസിയിൽ ഇഷിപത്തനത്തിൽ മാനുകളുടെ ഉദ്യാനത്തിൽ ധർമ്മപ്രവർത്തന ചക്രത്തിൻ്റെ തുടക്കം കുറിച്ചു. ഈ ധർമ്മചക്ര പ്രവർത്തനത്തെ ഒരു ശ്രമണനും ബ്രാഹ്മണനും ദേവതയ്ക്കും മാരനും ബ്രഹ്മനും ലോകത്തിലെ ഒരു വ്യക്തിക്കും ഇതിനെ തടയാൻ സാധിക്കില്ല. 4 ആര്യസത്യങ്ങളെ പ്രകടമാക്കൽ, അതിൻ്റെ അർത്ഥം വ്യക്തമാക്കൽ, അതിനെ വിശ്ലേഷണം ചെയ്യൽ, അതിനെ ഇവിടെ പ്രതിഷ്ഠിക്കൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്താണ് ഈ 4 ആര്യസത്യം? ദുഃഖ ആര്യസത്യം, ദുഃഖസമുദയ ആര്യസത്യം, ദുഃഖനിരോധ ആര്യസത്യം, ദുഃഖ നിരോധഗാമിനി പടിപത, ഇതിൻ്റെ ആര്യസത്യം. ഭിക്ഷുക്കളെ, ദുഃഖത്തിൻ്റെ ആര്യസത്യം എന്താണ്? ജാതീബി ദുഃഖ, ജനനം ദുഃഖമാണ്. ജരാബി ദുഃഖ, വാർദ്ധക്യം ദുഃഖമാണ്. മരണംബി ദുഃഖം, മരണം ദുഃഖമാണ്. ശോകപരിദേവ ദുഃഖ ദോമന സുഭായാസാബി ദുഃഖ, ഇതെല്ലാം ദുഃഖമാണ്. എം പിച്ചം ന ലഭതി തമ്പി ദുഃഖം, ഏതൊന്ന് ആഗ്രഹിക്കുന്നോ അത് ലഭിക്കുന്നില്ലെങ്കിൽ അത് ദുഃഖമാണ്. സംഗീതേന പഞ്ചുപാദാന ഖന്ത ദുഃഖ, സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ 5 ഉപാദാന സ്കന്ധങ്ങൾ ഇത് തന്നെയാണ് ദുഃഖം. 5 ഉപാദാന സ്കന്ധം എന്ന് പറയുന്ന സമയത്ത് ഒന്ന് രൂപം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സ്കന്ധം, പിന്നെ മനസ്സിലെ 4 സ്കന്ധങ്ങൾ വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം. കഥമാ ചാവുസോ ജാതി. ഭിക്ഷുക്കളെ, ജാതി അല്ലെങ്കിൽ ജന്മം എന്താണ്? തേസം തേസം സത്താനം തംഹി സത്തനികായെ ജാതി. പലതരത്തിലുള്ള ജീവികൾ, ആ പലതരത്തിലുള്ള ജീവികളുടെ ശരീരത്തിൽ ജനനം, സഞ്ജാതി, ഒഖന്തി, അഭിനിഭത്തി, ഗർഭധാരണം, പ്രകടമാകൽ, പുനർജന്മം, ഖന്ദാനം, പാദുഭാവോ, 5 സ്കന്ധങ്ങളുടെ ഉൽപ്പത്തി, ആയതനാനം, പടിലാഭോ, 6 ഇന്ദ്രിയങ്ങൾ ലഭിക്കൽ. അയം പുച്ഛതാവസോ ജാതി. മിത്രങ്ങളെ, ഇതിനെയാണ് ജാതി എന്ന് പറയുന്നത്. കഥമാ ചാവസോ ജര, വാർദ്ധക്യം എന്താണ്? തേസം തേസം സത്താനം തംഹി സത്തനികായെ. പലതരം പ്രാണികളുണ്ട്. ആ പ്രാണികൾ അവരുടെ ശരീരത്തിൽ ജര, വാർദ്ധക്യം, ജീർണതം, ഖന്ദിച്ചം,
പല്ലുകൾ കൊഴിയൽ, പാലിച്ചം, തലമുടി നരയ്ക്കൽ, വലിത്തച്ചത, ചർമ്മത്തിൽ ചുളിവുകൾ വരൽ, ആയുനോ സംഹാനി, ആയുവിൻ്റെ ക്ഷയം, ഇന്ദ്രിയാനം പരിപാകു, ഇന്ദ്രിയങ്ങളുടെ ദുർബലത, അയം ഉച്ചതാവസ ജര. മിത്രങ്ങളെ, ഇതിനെയാണ് ജര അല്ലെങ്കിൽ വാർദ്ധക്യം എന്ന് പറയുന്നത്. കഥമഞ്ചാവസോ മരണം. മിത്രമേ, മരണം എന്താണ്? യാ തേസം സേസം സത്താനം തമഹ തമഹ സക്ത നികായി. പലതരത്തിലുള്ള പ്രാണികൾ, ആ പ്രാണികളുടെ ശരീരത്തിൽ നിന്ന് ച്യുതി, ചവനത, ഭേദോ, അന്തർധാനം, അതിൽ നിന്ന് പോകൽ, ഇല്ലാതാകൽ, കൊഴിഞ്ഞുപോകൽ, മരണം, മൃത്യു, അന്തർധാനം, കാലങ്കരിയ, കാലം കഴിയൽ, ഖന്ദാനം ഭേദോ, 5 സ്കന്ധങ്ങളും ഇല്ലാതാകൽ, കലേവരസ നിക്ഷേപോ, മൃതശരീരത്തിൻ്റെ ഉപേക്ഷിക്കൽ, ജീവിതേന്ദ്രിയ സുപച്ഛേദോ, ജീവിതേന്ദ്രിയം ഇല്ലാതാകൽ. ഇതം ഉച്ച താവസോ മരണം. മിത്രമേ, ഇതിനെയാണ് മരണം എന്ന് പറയുന്നത്. കഥമോ ചാവസോ ശോകോ. മിത്രങ്ങളെ, ശോകം എന്താണ്? യോഗോ ആവസോ അന്യത്തരന്യതരേണ ബസന്യേന സമന്യാഗതസ് അന്യത്തരന്യതരേണ ദുഃഖധമ്മന ഫുട്ടസ്. മിത്രങ്ങളെ, പലതരത്തിലുള്ള വ്യസനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പലതരത്തിലുള്ള ദുഃഖധർമ്മങ്ങൾ സ്പർശിക്കുന്ന സമയത്ത് ശോക, ശോചന, ശോചിതത്വം, അന്തോസോഗോ, അന്തോ പരിസോഗോ. ശോകമുണ്ടാകൽ, ശോകിക്കൽ, ഉള്ളിൽ ശോകമുണ്ടാകൽ, ശോകം അനുഭവിക്കൽ. അയം ഉച്ച താവസോ ശോകോ. മിത്രങ്ങൾ, ഇതിനെയാണ് ശോകം എന്ന് പറയുന്നത്. കഥമാചാവസോ പരിദേവോ. പരിദേവം എന്നാൽ എന്താണ്? യോഖോ ആവസോ അന്യത്തരന്യതരേന വ്യസനേന സമന്യാഗതസ അന്യത്തരന്യതരേന ദുഃഖധമ്മേന ഫുട്ടസ്. പലതരത്തിലുള്ള വ്യസനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പലതരത്തിലുള്ള ദുഃഖധർമ്മങ്ങൾ സ്പർശിക്കുന്ന സമയത്ത് ആദേവോ പരിദേവോ, ആദേവനൻ പരിദേവന, ആദേവിദത്തം പരിദേവിദത്തം. അവർ കരയുന്നു, ഉറക്ക കരയുന്നു, നെഞ്ചത്തടിച്ച് കരയുന്നു. അയം പുച്ഛതാവസോ പരിദേവോ. ഇതിനെയാണ് പരിദേവം എന്ന് പറയുന്നത്. കഥമഞ്ചാവസോ ദുഃഖം. മിത്രമേ, ദുഃഖങ്ങൾ എന്താണ്? യോഖോ ആവസോ കായികം ദുഃഖം, കായികം അസാദം, കായസംഫസജം ദുഃഖം അസാദം ഭേദീതം. മിത്രങ്ങളെ, ശരീരത്തിൻ്റെ വേദന, ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥത, ദുഃഖവും അസ്വസ്ഥകരവുമായിട്ടുള്ള വേദന, ഇതെല്ലാം കായസംഫസം, അതായത് ശരീരം സ്പർശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നു. ഇതിനെയാണ് ദുഃഖം എന്ന് പറയുന്നത്. കഥമഞ്ചാവസോ ദോമനസം. മിത്രങ്ങളെ, ദോർമനസം എന്ന് പറയുമ്പോൾ എന്താണ്? മനസ്സിൻ്റെ ദുഃഖം, മനസ്സിൻ്റെ അസ്വസ്ഥത, മനസ്സ് അതിൻ്റെ ധർമ്മവുമായിട്ട് സ്പർശമാകുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ദുഃഖം, അസ്വസ്ഥത, അതിനെയാണ് ദോമനസം എന്ന് പറയുന്നത്. അതായത് ദുഃഖം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും, ദോർമനസം എന്ന് പറയുന്നത് മനസ്സിൻ്റെയും ദുഃഖമാണ്. കഥമാചാവസോ ഉപായാസോ. ഭിക്ഷുക്കളെ, പ്രയാസം അല്ലെങ്കിൽ കഷ്ടം എന്താണ്? യോഖോ ആവസോ അന്യത്തരന്യതരേണ വ്യസനേന സമന്യാഗത സ അന്യത്തരന്യതരേണ ദുഃഖധമ്മേന ഫുട്ടസ്. ഭിക്ഷുക്കളെ, പലതരത്തിലുള്ള വ്യസനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പലതരത്തിലുള്ള ദുഃഖധർമ്മങ്ങൾ നമ്മളെ സ്പർശിക്കുന്ന സമയത്ത് നമ്മൾക്കുണ്ടാകുന്ന ആയാസോ ഉപായാസോ, ആയാസിതത്വം ഉപായാസിതത്വം, നമ്മൾക്കുണ്ടാകുന്ന പ്രയാസം, കഷ്ടം, പ്രയാസം, കഷ്ടമുള്ള അവസ്ഥ. അയം ഉച്ചതാവസോ ഉപായാസോ. അതിനെയാണ് നമ്മൾ ഉപായാസം എന്ന് വിളിക്കുന്നത്. കഥമഞ്ചാവസോ എംപിച്ചം ന ലഭതി തമ്പി ദുഃഖം. മിത്രങ്ങളെ, ഏതൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ അത് ദുഃഖം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ജരാധമ്മാനം ആവസോ സത്താനം ഏവം ഇച്ഛ ഉപജ്ജതി. വാർദ്ധക്യധർമ്മമുള്ള പ്രാണികൾക്ക് ഇങ്ങനെയുള്ള ചിന്ത ഉൽപ്പന്നം ആകുന്നു. അഹോവതമയം ന ജാതിധമ്മ അസ്സാമ ന ച വതനോ ജാതി ആഗച്ഛയ്യാതി. ഞങ്ങൾക്ക് ഈ ജന്നം ധർമ്മം ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഈ ജന്നം എന്ന ധർമ്മം നമ്മളിൽ വന്നിട്ടില്ലായിരുന്നു എങ്കിൽ, നഖോ പനേതം ഇച്ഛായ പത്തഭം, അതിനെ ആഗ്രഹിച്ചുകൊണ്ട് അതൊരിക്കലും ലഭിക്കുന്നില്ല. ഇതമ്പി എംപിച്ചം ന ലഭതി തമ്പി ദുഃഖം. ഇതിനെയാണ് ഏതൊന്ന് ആഗ്രഹിക്കുന്നുവോ അത് ലഭിക്കുന്നതിന് ദുഃഖം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ജരാധർമ്മമുള്ള പ്രാണികൾ തനിക്ക് ജരാധർമ്മം വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. വ്യാധിധർമ്മം ഉള്ള പ്രാണികൾ തനിക്ക് വ്യാധിധർമ്മം വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. മരണധർമ്മമുള്ള പ്രാണികൾ തനിക്ക് മരണധർമ്മം വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. ശോക പരിദേവ ദുഃഖ ദോമന സുഭായാസ ധർമ്മമുള്ള പ്രാണികൾ ഈ ശോകം, പരിദേവം, ദുഃഖം, ദോർമന സുഭായാസം നമ്മൾക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതെല്ലാം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ
നമ്മൾക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് ഏതൊന്ന് ആഗ്രഹിക്കുന്നുവോ അത് ലഭിച്ചില്ല എങ്കിൽ ദുഃഖം എന്ന് പറയുന്നത്. കഥമേ ചാവസോ സംഗീതേന പഞ്ചുപാദാന ഖന്ത ദുഃഖ. മിത്രങ്ങളെ, എപ്രകാരമാണ് ഈ 5 ഉപാദാന സ്കന്ധങ്ങൾ ദുഃഖമെന്ന് പറയുന്നത്? 5 ഉപാദാന സ്കന്ധങ്ങൾ എന്ന് പറയുന്നത് ശരീരം എന്നത് രൂപസ്കന്ധം, പിന്നെ മനസ്സിൻ്റെ 4 സ്കന്ധങ്ങൾ വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം. അത് ഇപ്രകാരമാണ്: രൂപ ഉപാദാന ഖന്ധം, വേദന ഉപാദാന ഖന്ധം, സംജ്ഞ ഉപാദാന ഖന്ധം, സംഖാര ഉപാദാന ഖന്ധം, വിജ്ഞാന ഉപാദാന ഖന്ധം. മിത്രങ്ങളെ, ഇതിനെയാണ് സംക്ഷിപ്തമായിട്ട് പഞ്ചുപാദാന ഖന്ധം ദുഃഖമാണ് എന്ന് പറയുന്നത്. മിത്രങ്ങളെ, ഇതിനെയാണ് ദുഃഖ ആര്യസത്യം എന്ന് പറയുന്നത്. കഥമഞ്ചാവസോ ദുഃഖസമുദയം ആര്യസത്യം. മിത്രങ്ങളെ, ഈ ദുഃഖസമുദയത്തിൻ്റെ അല്ലെങ്കിൽ തുടക്കത്തിൻ്റെ ആര്യസത്യം എന്താണ്? യായം തണഹ പൂനഭവിക നന്ദീരാഗ സഹത തത്ര തത്രാഭിനന്ദിനി സയ്യതിതം. ഇത് തൃഷ്ണയാണ്. അത് വീണ്ടും വീണ്ടും ജന്മം തരുന്നതാണ്. ആഗ്രഹവും രാഗവും കൂടിച്ചേർന്നതാണ്. അത് ഓരോന്നിനെയും അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ ആസ്വദിക്കുന്നു. ഉദാഹരണമായിട്ട് കാമതനഹ, ഭവതനഹ, വിഭവതനഹ. അതായത് ഇന്ദ്രിയസുഖങ്ങൾ വേണമെന്നുള്ള തൃഷ്ണ, ഭവം അല്ലെങ്കിൽ വീണ്ടും ജന്മം വേണമെന്നുള്ള തൃഷ്ണ, വിഭവ വീണ്ടും ജന്മം വേണ്ട എന്നുള്ള തൃഷ്ണ. ഇതിനെയാണ് ദുഃഖസമതിയം ആര്യസത്യം എന്ന് വിളിക്കുന്നത്. കഥമഞ്ചാവസോ ദുഃഖനിരോധം ആര്യസത്യം. മിത്രങ്ങളെ, ദുഃഖനിരോധത്തിൻ്റെ ആര്യസത്യം എന്താണ്? യോ തത്സായേവ തനഹായ അശേഷ വിരാഗ നിരോധോ ഛാഗോ പടിനിസഗ്ഗോ മുക്തി അനാലയോ. ആ തൃഷ്ണയുടെ പരിപൂർണമായിട്ട് നമ്മൾക്ക് രാഗമില്ലാതാകൽ, നിരോധം, അതിനെ ത്യജിക്കൽ, അതിനെ ഉപേക്ഷിക്കൽ, അതിൽ നിന്ന് മുക്തി, അതിൽ ആസക്തിയില്ലായ്മ. ഇതിനെയാണ് ദുഃഖനിരോധ അരിയസത്യം എന്ന് പറയുന്നത്. അതായത് 5 ഉപാദാന സ്കന്ധങ്ങളോടുള്ള നമ്മുടെ തൃഷ്ണ പരിപൂർണമായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ദുഃഖനിരോധമായിട്ടുള്ള അവസ്ഥ. വിട്ടുക്കളെ, ഏതാണ് ദുഃഖനിരോധഗാമിനി പടിപത? ദുഃഖനിരോധത്തിലുള്ള വഴി എന്താണ്? അതിൻ്റെ ആര്യസത്യം എന്താണ്? അയമേവ അരിയോ അഷ്ടംഗികോ മഗ്ഗോ സയ്യദിതം. മിത്രങ്ങളെ, അത് ഈ ആര്യ അഷ്ടാംഗിക മാർഗമാണ്. സമ്മാദിഠി, സമ്മാ സങ്കപ്പോ, സമ്മാ വാച, സമ്മാ കമ്മന്തോ, സമ്മാ ആജീവോ, സമ്മാ വായാമോ, സമ്മാ സതി, സമ്മാ സമാധി. ഇനി ഓരോന്നിനെയും വിസ്താരമാക്കുകയാണ്. കഥമാ ചാവുസോ സമ്മാദിഠി. മിത്രങ്ങളെ, ഈ സമ്മാദിഠി എന്നാൽ എന്താണ്? മിത്രങ്ങളെ, ദുഃഖത്തിൻ്റെ ജ്ഞാനം, ദുഃഖത്തിൻ്റെ സമുദയജ്ഞാനം, ദുഃഖത്തിൻ്റെ നിരോധജ്ഞാനം, ദുഃഖ നിരോധഗാമിനി പടിപതായ ജ്ഞാനം. സമ്മാദിഠി എന്ന് പറയുമ്പോൾ ഈ 4 ആര്യസത്യങ്ങളുടെ ജ്ഞാനത്തെയാണ് സമ്മാദിഠി എന്ന് പറയുന്നത്. അതായത് ദുഃഖത്തിൻ്റെ ജ്ഞാനം, ദുഃഖത്തിൻ്റെ സമുദയം അല്ലെങ്കിൽ തുടക്കത്തിൻ്റെ ജ്ഞാനം, ദുഃഖത്തിൻ്റെ നിരോധം, ഇല്ലാതാകുന്ന അവസ്ഥയുടെ ജ്ഞാനം, ദുഃഖ നിരോധഗാമിനി പടിപത, ദുഃഖം ഇല്ലാതാക്കുന്ന ആ വഴിയുടെ ജ്ഞാനം. ഇതിനെയാണ് സമ്മാദിഠി എന്ന് പറയുന്നത്. കഥമാചാവസോ സമ്മാ സങ്കപ്പോ. എന്താണ് ഈ സമ്മാ സങ്കല്പം? നിഖമ്മ സങ്കപ്പോ, അഭ്യാപത സങ്കപ്പോ, അവിഹിംസാ സങ്കപ്പോ. നിഖമ്മ സങ്കപ്പോ എന്ന് പറയുമ്പോൾ നിഷ്ക്രമണം, അതായത് രാഗദ്വേഷമില്ലാത്ത സങ്കല്പം. അതേപോലെ തന്നെ അവ്യാപാത സങ്കല്പം എന്ന് പറയുന്ന സമയത്ത് ദ്വേഷമില്ലാത്ത സങ്കല്പം. അവിഹിംസാ സങ്കല്പം എന്ന് പറയുന്നത് ഹിംസയില്ലാത്ത സങ്കല്പം. അയം ഉച്ചതാവസോ സമ്മാ സങ്കപ്പോ. ഇതിനെയാണ് സമ്മാ സങ്കല്പം എന്ന് പറയുന്നത്. കഥമാചാവസോ സമ്മാ വാച. മിത്രങ്ങളെ, എന്താണ് സമ്മാ വാച? ശരിയായിട്ടുള്ള വാണി എന്താണ്? മൂസാവാദ വേരമണി, നുണ പറയുന്നത് ഇല്ലാതാക്കുന്നു. പിസനായ വചായ വിരമണി, ഏഷ്ണി പറയുന്നത് നിർത്തുന്നു. ഫർസായ വചായ വിരമണി, പരുഷവചനങ്ങളിൽ പറയുന്നതിൽ നമ്മൾ ഒഴിവാകുന്നു. സംഫപ്പലാപ വീരമണി, ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നതിൽ നമ്മൾ ഒഴിവാകുന്നു. ഇതിനെയാണ് സമ്മാ വാച എന്ന് പറയുന്നത്. കഥമാചാവസോ സമ്മാ കമ്മന്തോ. മിത്രമേ, എന്താണ് ശരിയായിട്ടുള്ള കർമ്മം? പ്രാണാതിപാത വിരമണി, എല്ലാ പ്രാണികളെയും കൊല്ലുന്നത് ഒഴിവാക്കുന്നു. അതിന്നാദാന വിരമണി, മോഷ്ടിക്കൽ ഒഴിവാക്കുന്നു. കാമേസു മിച്ഛാചാര വിരമണി, വ്യഭിചാരം ഒഴിവാക്കുന്നു. അയം ഉച്ചതാവസോ സമ്മാ കമ്മന്ത. ഇതിനെയാണ് സമ്മാ കമ്മന്തോ എന്ന് പറയുന്നത്. കഥമാചാവസോ സമ്മാ ആജീവോ. ശരിയായിട്ടുള്ള ആജീവിക അല്ലെങ്കിൽ ജീവിക്കാനുള്ള വഴി എന്താണ്? ഇതാവസോ അരിയ സാവകോ മിച്ഛാ ആജീവം പഹായ സമ്മാ ആജീവേന ജീവിതം കപ്പേതി. മിത്രങ്ങളെ, ഒരു ആര്യശ്രാവകൻ മിഥ്യ ആജീവികയെ ഉപേക്ഷിച്ചുകൊണ്ട് ശരിയായിട്ടുള്ള ആജീവികയെ കൊണ്ടു നടക്കുന്നു. ഇതാണ് സമ്മ ആജീവോ. ആജീവ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ധനം സമ്പാദിക്കാനുള്ള ജോലി, അതിനെയാണ് ആജീവിക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രാണികളെ കൊന്നിട്ട് അല്ലെങ്കിൽ വളർത്താൻ വേണ്ടി പ്രാണികളെ കൊന്നിട്ട് നമ്മൾ ആ പൈസ കൊണ്ട് ജീവിക്കാൻ പാടില്ല. ആയുധം വിറ്റിട്ട്, വിഷം വിറ്റിട്ട്, പ്രാണികളെ വളർത്തി മറ്റുള്ളവർക്ക് കൊല്ലാൻ കൊടുത്തിട്ട്, അല്ലെങ്കിൽ
പ്രാണികളെ കൊന്നുകൊണ്ട് ഈ ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. കഥമാചാവുസോ സമ്മ വ്യായാമോ. മിത്രമേ, സമ്മ വ്യായാമം എന്താണ്? ഇതാവുസോ ബിക്കു അനുപന്നാനം പാപകാനം അകുശലാനം ധമ്മാനം. മിത്രമേ, ഒരു ഭിക്ഷു അനുൽപ്പന്നമായിട്ടുള്ള പാപകരമായിട്ടുള്ള അകുശലം അല്ലെങ്കിൽ പാപകരമായിട്ടുള്ള അകുശലമായിട്ടുള്ള ധർമ്മത്തെ അനുപാതായ ഛന്തം ജനേതി, അത് ഉൽപ്പന്നം ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹം ജനിപ്പിക്കുന്നു. ഭായമതി വീര്യം ആരഭതി ചിത്തം പഗൺഹതി പദഹതി, അതിന് പരിശ്രമിക്കുന്നു, വീര്യം ചെലുത്തുന്നു, ചിത്തത്തെ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കുന്നു. ഉപ്പന്നാനം പാപകാനം അകുശലാനം ധമ്മാനം പഹാണായ ഛന്തം ജനേതി വായമതി വിര്യം ആരഭതി ചിത്തം പഗൺഹതി പദഹതി. ഉൽപ്പന്നമായിട്ടുള്ള ചിത്തത്തിൽ ഉൽപ്പന്നമായിട്ടുള്ള പാപങ്ങളായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, വ്യായാമം ചെയ്യുന്നു, പരിശ്രമം ചെയ്യുന്നു, ചിത്തത്തെ അതിനു വേണ്ടിയിട്ട് നിയോഗിക്കുന്നു. അനുപന്നാനം കുശലാനം ധമ്മാനം ഉപ്പാദായ ഛന്തം ജനേതി വായമതി വീര്യം ആരഭതി ചിത്തം പഗൺഹതി പദഹതി. അനുൽപ്പന്നമായിട്ടുള്ള കുശലധർമ്മങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു, വ്യായാമം ചെയ്യുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, മനസ്സിനെ അതിൽ ചെലുത്തുന്നു. ഉപ്പന്നാനം കുശലാനം ധമ്മാനം ഠിതീയ അസമ്മോസായ ബിയോഭാവായ വേപുല്ലായ ഭാവനായ പാരിപൂരിയ ഛന്തം ജനേതി വായമതി വിര്യം ആരഭതി ചിത്തം പഗൺഹതി പദഹതി. നമ്മുടെ ഉള്ളിൽ ഉൽപ്പന്നമായിട്ടുള്ള ആ കുശലധർമ്മങ്ങളെ സ്ഥിതി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, പാകമാക്കുന്നതിന് വേണ്ടിയിട്ട്, പാകമായിട്ട് പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അവർ ഉത്സാഹം ജനിപ്പിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, മനസ്സിനെ അതിൽ നല്ലപോലെ ചെലുത്തുന്നു. ഇതിനെയാണ് സമ്മാ വ്യായാമം എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള വ്യായാമം എന്ന് പറയുന്നത്. ഇത് മനസ്സിൻ്റെ വ്യായാമമാണ് എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. കഥമാചാവുസോ സമ്മാ സതി. മിത്രങ്ങളെ, സമ്മാ സതി ഏതാണ്? ഇതാവുസോ ഭിക്കു കായേ കായാനുപസി വിഹൃതി ആതാപി സമ്പജാനോ സതീമ വിനയ്യ ലോകെ അഭിജാതോ മനസ്സം. 4 സതിപഠാനത്തെയാണ് ഇവിടെ സമ്മാ സതി എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ സതിപഠാനമായ കായാനുപസന. ഇത് ഭിക്കു കായേ കായാനുപസി വിഹൃതി. ഒരു ഭിക്ഷു കായയിൽ കായാനുപസന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നു. ആതാപി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പജാനോ പ്രജ്ഞയോടുകൂടി, സതീമ സതിയോടുകൂടി, വിനയ്യ ലോകെ അഭിജ ദോമനസം ഈ ശരീരത്തിൽ അഭിജ അല്ലെങ്കിൽ ആസക്തി, ദോർമനസം ഇവ ഉപേക്ഷിച്ചുകൊണ്ട് അതിന് കായിൽ കായാനുപസന ചെയ്ത് വിഹരിക്കുന്നു. അതേപോലെ തന്നെ വേദനയിൽ വേദനാനുപസന ചെയ്ത് വിഹരിക്കുന്നു. ചിത്തത്തിൽ ചിത്താനുപസന ചെയ്ത് വിഹരിക്കുന്നു. ധർമ്മത്തിൽ ധർമാനുപസന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നു. ആതാപി പരിശ്രമിക്കുന്നു. സമ്പജാനോ പ്രജ്ഞയോടുകൂടി, സതീമ സതിയോടുകൂടി, വിനയ്യ ലോകെ അഭിജ ദോമനസം ഈ ലോകത്തിൽ അഭിജ അല്ലെങ്കിൽ ആസക്തി അല്ലെങ്കിൽ ദോർമനസം ഇല്ലാതെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. ഇതിനെയാണ് സമ്മാ സതി എന്ന് പറയുന്നത്. കഥമോ ചാവുസോ സമ്മാ സമാധി. മിത്രങ്ങളെ, സമ്മാ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭഗവാൻ എന്തിനെയാണ് ശരിയായിട്ടുള്ള സമാധി എന്ന് പറയുന്നത്? ഇതാവുസോ ഭിക്കു. മിത്രങ്ങളെ, ഒരു ഭിക്ഷു കാമങ്ങളില്ലാതെ, അകുശലധർമ്മങ്ങളില്ലാതെ, സവിതകം സവിചാരം വിവേകജം പീതിസുഖം പദമഞ്ജാനം ഉപസമ്പജ്ജ വിഹൃതി. ഒരു ഭിക്ഷു 1ാമത്തെ ധ്യാനത്തിൽ എത്തി അവിടെ വിഹരിക്കുന്നു. അതിനുശേഷം ആ ഭിക്ഷു 2ാമത്തെ ധ്യാനത്തിലെത്തി അവിടെ വിഹരിക്കുന്നു. അതിനുശേഷം ആ ഭിക്ഷു 3ാമത്തെ ധ്യാനത്തിലും 4ാമത്തെ ധ്യാനത്തിലും എത്തി വിഹരിക്കുന്നു. ഇതിനെയാണ് മിത്രങ്ങളെ സമ്മാ സമാധി എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ. കാരണം നമ്മളുടെ ആനാപാനയോ മൈത്രിയോ ഇതൊന്നും സമാധിയല്ല. സമാധി അല്ലെങ്കിൽ 4 ധ്യാനങ്ങളിലേക്കുള്ള വഴി മാത്രമാണ് അത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആനാപാനം ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ഒരിക്കലും ധ്യാനത്തിൻ്റെ അവസ്ഥ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഇത് 4 ധ്യാനമാണ് സമാധി എന്നുള്ള ഉറപ്പായിട്ടുള്ള ഒരു അറിവ് നമ്മൾക്ക് ഉണ്ടാകണം. ഇതം വുച്ചാവസോ ദുഃഖ നിരോധകാമിനി പരിപത അരിയ സത്യം. മിത്രമേ, ഇതാണ് ദുഃഖ നിരോധനത്തിനുള്ള മാർഗത്തിൻ്റെ ആര്യസത്യം. മിത്രങ്ങളെ, തഥാഗനായിട്ടുള്ള അർഹന്തനായിട്ടുള്ള സമ്പുദ്ധൻ ഇഷുപത്തനത്തിൽ, മാനുകളുടെ ഉദ്യാനത്തിൽ അനുത്തരമായിട്ടുള്ള ധമ്മ ചക്രപ്രവർത്തനം തുടങ്ങിവെച്ചു. അത് ലോകത്തിലെ ഒരു ശ്രമണനും ബ്രാഹ്മണനും ദേവനും മാരനും ബ്രഹ്മനും ഒരു ജീവികൾക്കും അതിനെ മാറ്റിമറിക്കാൻ സാധിക്കില്ല. ഈ ധമ്മ ദേശന എന്നുള്ളത് ആര്യസത്യങ്ങളെ പഠിപ്പിക്കലാണ്, അതിനെ മനസ്സിലാക്കിപ്പിക്കലാണ്, അതിനെ പ്രതിഷ്ഠിക്കലാണ്, അതിൻ്റെ അർത്ഥം വ്യക്തമാക്കലാണ്, അതിനെ കൃത്യമായിട്ട് വിശ്ലേഷണം ചെയ്യാനാണ്. അതാണ് ആയുഷ്മാൻ സാരിപുത്തൻ പറഞ്ഞത്. ഭിക്ഷുക്കൾ ആയുഷ്മാൻ സാരിപുത്തൻ്റെ വാക്കുകളിൽ സന്തോഷിച്ചു, അതിനെ അഭിനന്ദിച്ചു.
സച്ച വിഭംഗ സുത്തം നിഠിതം. ഈ സുത്തം 4 ആര്യസത്യങ്ങളെ മാത്രം ആധാരമാക്കിയുള്ളതാണ്. 4 ആര്യസത്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ സൂത്രത്തിൽ പറയുന്നുണ്ട്. ഇനി അല്പസമയത്തേക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.